ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഈസിയായ അതായത് ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മുടെ എല്ലാ വീഡിയോസിന്റെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകാറുണ്ട്. അതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എപ്പോഴും ചോദ്യം പറയുക ഉത്തരം പറയുക മാത്രമല്ല ചെയ്തു പോകുന്നത്, അതിനോടൊപ്പം അഡീഷണൽ ആയ ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, ഒരു പേപ്പറും പേനയും എടുത്ത ശേഷം ബാക്കി വീഡിയോ കാണാനിരിക്കുക. ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് വരിക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ജൂൺ 19 തീയതിയാണ് വായനാ ദിനമെന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. അതുകൂടി അറിയാത്തവർ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും. വായനാ ദിനം കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 19 തീയതിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. PN പണിക്കർ എന്നാണ് ഉത്തരം. അതായത് PN പണിക്കരുടെ മുഴുവൻ പേര് LP ലെവൽ UP ലെവലിൽ ചോദിക്കുന്നതാണ്. പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് PN പണിക്കരുടെ മുഴുവൻ പേര്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. ചോദ്യം നമ്പർ 2, കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കറാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം PN പണിക്കർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? PN പണിക്കർ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം, PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെ? ഉത്തരം ആലപ്പുഴയിലെ നീലംപേരൂർ. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ആണ് PN പണിക്കരുടെ ജന്മസ്ഥലം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ PN പണിക്കരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കൃതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്? ഉത്തരം 2004 ജൂൺ 19. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2004 ഏതാണ്? വായനാ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു തപാൽ സ്റ്റാമ്പ്, PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരാളുടെ ചരമദിനത്തിൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആരും PN പണിക്കർ എന്ന് എഴുതി വെക്കരുത്. ശരിയായ ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അല്ലെങ്കിൽ എഴുത്തച്ഛൻ എന്നെഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവായി കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാള ഭാഷയ്ക്ക് തനതായ അക്ഷരമാലയും ശൈലിയും നൽകിയതിനാലാണ് എഴുത്തച്ഛനെ നമ്മൾ ഭാഷാ പിതാവായി കണക്കാക്കുന്നത്. അല്ലാതെ അദ്ദേഹം കുറെ കൃതികൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു റീസൺ കൂടി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഗ്രന്ഥലോകമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഗ്രന്ഥലോകം. അടുത്ത ചോദ്യം, നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത്? ഉത്തരം സാഹിത്യലോകം. അതായത് നേരത്തെ ചോദ്യം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതായിരുന്നു എന്നാണ്. ഉത്തരം ഗ്രന്ഥലോകമാണ്. അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണെന്നാണ്. ഉത്തരം സാഹിത്യലോകം. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്.
എട്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്. എഴുതിയ ആളുടെ പേര് കൂടി പഠിക്കണം. കുന്തലത എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ആരാണ്? അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടിയാണ് കുന്തലത എന്ന നോവൽ രചിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഈ ഒരു കുന്തലത എന്ന നോവലാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? തൊട്ട് മുമ്പ് പറഞ്ഞ ചോദ്യവും ഈ ചോദ്യവും കമ്പയർ ചെയ്ത് പഠിക്കുക. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ്. രചിച്ചിരിക്കുന്നത് ഒ ചന്തുമേനോൻ അല്ലെങ്കിൽ ഒയ്യാരത്ത് ചന്തുമേനോൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് പഠിക്കുക. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ആദ്യത്തെ നോവൽ കുന്തലതയാണ്. രചിച്ചിരിക്കുന്നത് അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. രചിച്ചിരിക്കുന്നത് ഒ ചന്തുമേനോൻ. ലക്ഷണമൊത്ത നോവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നോവലിന്റെ കറക്റ്റ് ഒരു സ്ട്രക്ചർ ഉള്ള നോവൽ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയും അതുപോലെ തന്നെ ആദ്യത്തെ നോവൽ കുന്തലതയുമാണ്. അപ്പോൾ രണ്ടിലും ഒരു റൈമിംഗ് വേർഡ്സ് പോലെയാണുള്ളത്. അപ്പോൾ രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏത്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. അതായത് ഓർത്തിരിക്കുക, മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന കാവ്യമാണ്. 14-ാം നൂറ്റാണ്ടിൽ മണിപ്രവാള ശൈലിയിൽ എഴുതപ്പെട്ട കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. 11-ാമത്തെ ചോദ്യം, ലോക വായനാ ദിനം എന്നാണ്? ലോക വായനാ ദിനം എന്ന്? കുറച്ചു പേരെങ്കിലും ജൂൺ 19 എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ലോക വായനാ ദിനം ഏപ്രിൽ 23-നാണ്. വേൾഡ് റീഡിംഗ് ഡേ ആണ് ലോക വായനാ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്നാണ്? ഏപ്രിൽ 23. അപ്പോൾ ഈ ഒരു ചോദ്യം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ് ഏപ്രിൽ 23? ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? നമുക്കറിയാം, കേരളത്തിൽ വായനാ ദിനം നമ്മൾ PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നടത്തുന്നത്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ലോക വായനാ ദിനം നടത്തുന്നത്? ഉത്തരം വില്യം ഷേക്സ്പിയർ ആണ്. വില്യം ഷേക്സ്പിയറുടെ ജനന ദിവസവും അതുപോലെ തന്നെ മരണ ദിവസവും ഏപ്രിൽ 23 അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് ആഘോഷിക്കുന്നത്? ഏപ്രിൽ 23 വായനാ ദിനമായി, ലോക വായനാ ദിനമായി ആചരിക്കുന്നത്. 12-ാമത്തെ ചോദ്യം, ലോക പുസ്തക ദിനം എന്നാണ്? വേൾഡ് ബുക്സ് ഡേ എന്നാണ് ചോദ്യം. ലോക പുസ്തക ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 23 തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വില്യം ഷേക്സ്പിയറോടുള്ള ആദരസൂചകമായിട്ട് ഏപ്രിൽ 23 ലോക പുസ്തക ദിനവും കൂടിയായി നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 23 പ്രത്യേകത എന്താണ്? വില്യം ഷേക്സ്പിയർ ജനിച്ചതും മരിച്ചതും ഇതേ ഏപ്രിൽ 23 അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി യുനെസ്കോയാണ്, അതായത് UNESCO, യുനെസ്കോയെ പറ്റി നിങ്ങൾക്കറിയാം. ആ ഒരു യുനെസ്കോ എന്ന വേൾഡ് ഓർഗനൈസേഷനാണ് എന്ത് തീരുമാനിച്ചത്? അന്നത്തെ ദിവസം ലോക പുസ്തക ദിനമായും ലോക വായനാ ദിനമായും ആചരിക്കാൻ തീരുമാനിച്ചത്. 13-ാമത്തെ ചോദ്യം, വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും. വളരെ പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ലളിതമായ വരികളിലൂടെ വലിയ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണിവ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കാരണം ഇത് വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ വരികളാണ്. പല ക്വിസ് മത്സരങ്ങളിലും ഈ ചോദ്യം നമുക്ക് ചോദിച്ചു കാണാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ആരാണ്? കുഞ്ഞുണ്ണി മാഷ്. 14-ാമത്തെ ചോദ്യവും കുഞ്ഞുണ്ണി മാഷുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട്. കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മസ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വലപ്പാടാണ്. നമ്മൾ രണ്ടുപേരുടെ ജന്മസ്ഥലം പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത് നമ്മൾ പഠിച്ചത് PN പണിക്കരുടെ ജന്മസ്ഥലമാണ്. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. രണ്ടാമത്തത് കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മസ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ആ
PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു PDF വേണ്ടവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമുക്ക് നോക്കാം. മലയാളത്തിന് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന കൃതി ഏതാണ്? ഉത്തരം ഓടക്കുഴൽ. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരം രചിച്ച ആളുടെ പേര് കൂടി പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മഹാകവി കൂടിയാണ്. ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. അപ്പോൾ ഓടക്കുഴൽ എന്ന കൃതിയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് മലയാളത്തിന് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന കൃതിയാണ് ഓടക്കുഴൽ. രചിച്ച ആൾ ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം. 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ജി ശങ്കരക്കുറുപ്പിന് ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം കൂടിയാണിത്. ഇതുവരെ 6 മലയാളികൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ് ഇന്നത്തെ ബോണസ് ചോദ്യം. എത്ര പേർക്ക് അറിയും എന്ന് താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകം ഏതാണ്? ആർക്കൊക്കെ ഉത്തരം അറിയാമെന്ന് നോക്കാം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ, അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഉത്തരമല്ല ഇത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ബോണസ് ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് കൂടി അതിൻ്റെ കൂടെ നിർബന്ധമായി നൽകുക. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം 15 ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള, നമുക്കറിയാം വായനാ ദിനത്തിന് ഇനിയും 10 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഏറ്റവും ബേസിക് ആയ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യും? കട്ടിയുള്ള ചോദ്യങ്ങളും അങ്ങോട്ട് ടഫുള്ള ചോദ്യങ്ങളും പറഞ്ഞു പോകും. ഏറ്റവും ബേസിൽ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.